ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നേ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ സൂപ്പർ ടിപ്പ് കൊണ്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചാണ്, നമ്മുടെ കാസർഗോഡ് വീട്ടിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞങ്ങൾ 5:30 ആയപ്പം അവിടെ നിന്ന് പുറപ്പെട്ടതാണ്, ഇടുക്കിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ എത്തിയപ്പം 8 മണിയായി. അപ്പം അത്രയും ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരമാണ്. ഞാൻ അവിടെ നിന്ന് രാവിലെ സൺസ്ക്രീനൊക്കെ തേച്ചായിരുന്നു. വൈകുന്നേരം ആയപ്പം മുഖം നല്ല വെണ്ണക്കരുവാളിച്ച് ഒരു രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ സൺസ്ക്രീൻ തേക്കുമ്പോൾ നമ്മൾ 2 തവണയൊക്കെ ആയിട്ട് തേക്കണം. 2-3 മണിക്കൂറൊക്കെ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ചെയ്തില്ല, നമുക്ക് വണ്ടി തന്നെ യാത്ര ആയതുകൊണ്ട് കാറിലാണ് വന്നത്. പിന്നെ എനിക്ക് ചെയ്യാനൊരു ചെറു മടുപ്പൊക്കെ തോന്നി, അത് തേച്ചില്ലായിരുന്നു. വൈകുന്നേരമായപ്പോൾ അപ്പോൾ വൈകുന്നേരമായപ്പോൾ മുഖം നല്ല വണ്ണം കരുവാളിച്ചിട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു ടിപ്പ് ഞാൻ മുഖത്തങ്ങ് തേച്ച് കൊടുത്തു. ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. അപ്പം സൂപ്പർ ടിപ്പാണ്. മുഖത്തുള്ള കരുവാളിപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞു. അമ്മ പറയുകയും ചെയ്തായിരുന്നു, വന്ന പോലെയല്ലോ നല്ല നിറം വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും കൂടെ ഞാനൊന്നും പറഞ്ഞു കൊടുത്തു, അമ്മ ഇത് തേക്കാൻ നല്ലതാണ്, എത്ര വെയിൽ കൊണ്ട് വന്ന കരുവാളിപ്പൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ടിപ്പിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും അമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് സൂപ്പർ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അമ്മ പറഞ്ഞു ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ടിപ്പ് ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഈ കുഞ്ഞു ടിപ്പിലോട്ട് അങ്ങ് കിടക്കാം. അപ്പം ഞാനിതാ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈരിലോട്ട് ഞാനിതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി മതി കേട്ടോ, ഒരുപാടങ്ങ് മഞ്ഞ കളർ വേണ്ട. ഇനി ഇതിലോട്ട് ഒരു അരമുറി തക്കാളി മതി കേട്ടോ, അതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാവേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണ്ടേ കേട്ടോ. നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മുഖത്തും കഴുത്തിലും. ഞാൻ ഇന്നലെ ചെവിയുടെ സൈഡിലൊക്കെ തേച്ചായിരുന്നേ. ചെവിയുടെ സൈഡിലും കൈകളിലും ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കാം. നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുന്നതിനൊപ്പം തന്നെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് അബ്സോർബ് ചെയ്യിപ്പിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചൂട് പിന്നെയും സഹിക്കാം കേട്ടോ, പക്ഷെ റോഡ് പണി, വഴിനീള റോഡ് പണിയാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര പൊടിയും പുകയും ആകെ ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല, ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. നമ്മൾ ടിപ്സൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും വെയിലൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കരുവാളിക്കട്ടോ. പിന്നെ എനിക്ക് കരുവാളിപ്പൊന്നും അത്രയും പ്രശ്നമില്ല, നമുക്ക് അറിയുന്ന ടിപ്സൊക്കെ ഉണ്ടല്ലോ, ഇത് ചെയ്താലും നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു ടിപ്പാണ് ഞാൻ ഇന്നലെ വന്ന ഉടനെ തന്നെ ചെയ്ത കേട്ടോ. നല്ല ഒരു മാറ്റം തന്നെ എൻ്റെ മുഖത്ത് എനിക്ക് അറിയാൻ പറ്റിയായിരുന്നു. സൂപ്പർ ടിപ്പാണിത്. ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതുപോലത്തെ ചൂടാണ്. വെയിലുകാളും നല്ല ഭയങ്കര ചൂടാണ്, ഒരു പുകച്ചൂട് പോലെയാണ് വരുന്നത്. അപ്പം ചൂട് അധികം ആയാലും നമ്മുടെ മുഖം നന്നായിട്ട് കരുവാളിക്കട്ടെ. വെയിൽ കൊള്ളണമെന്ന് തന്നെ ഇല്ല, ചൂടായാലും നമ്മുടെ മുഖം നല്ല വണ്ണം കരുവാളിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് അങ്ങ് ചെയ്താൽ മതി, ഒരു ഈസി ടിപ്പ്. തൈരും തക്കാളിയും എല്ലാവരുടെയും വീടുകളിൽ ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു ടിപ്പ് ചെയ്യലല്ലേ പണി തന്നെ. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ നിന്ന് എടുത്ത, വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതല്ല, ഇവിടെ അമ്മ പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാണ്. ശുദ്ധമായ മഞ്ഞൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നിലൊക്കെ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കടകളിൽ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഇടുക്കേ വേണ്ട. അപ്പോൾ ഞാനിതാ കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം സ്കിന്നിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്തതുപോലെ തേച്ച് പിടിപ്പിക്കണം. കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുക.
മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ പാറിക്കോളും. കരിവാളിപ്പ് മാത്രമല്ല, മുഖക്കുരുള്ളവർക്കും നല്ലൊരു ടിപ്പാണ്. മുഖക്കുരു കുറയാൻ നല്ലതാണ്. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട്. തൈര് നമ്മുടെ വീട്ടിലുള്ള തൈരില്ലേ അത് തന്നെ എടുക്കണം. അപ്പോൾ നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിക്കട്ടെ. എന്നിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 തവണയായിട്ട് ഇങ്ങനെ തന്നെ തേച്ച് കൊടുത്തായിരുന്നേ. ഇനി ഇത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കിത് 2-3 തവണയായാലും 3-4 തവണ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ അങ്ങ് തേച്ച് അങ്ങ് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി ഞാനിത് കുറച്ചുണ്ട്, അതും കൂടെ ഒന്ന് കയ്യിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഈ ഉണങ്ങി കഴിയുമ്പം കാണാവേ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചിന്ന പണിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇല്ലേ, ഈ തക്കാളിയുടെ നീര് നമ്മൾ നേരത്തെ എടുത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് നീരും കൂടെ ഉണ്ട് കേട്ടോ. ഇതും കൂടെ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്യാവേ. ഒരു 2-3 മിനിറ്റൊക്കെ മസാജ് ചെയ്യാം കേട്ടോ. തുറന്നു തരാം. ഇതിങ്ങനെ മസാജ് ചെയ്യണം. അതുപോലെ തന്നെ കഴുത്തിലും കൂടി ഞാനിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഈ തക്കാളിയുടെ നീര് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് തേച്ചില്ലായിരുന്നോ, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം കേട്ടോ. 2-3 മിനിറ്റ് നമ്മുടെ തക്കാളിയുടെ നീര് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവട്ടെ. എന്നിട്ട് കഴുകിയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്തുള്ള കരിവാളിപ്പൊക്കെ കുറയാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു ടിപ്പാണ് ഇത് നമുക്ക് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. മുഖത്തുള്ള കരിവാളിപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞ് നമ്മുടെ പഴയ മുഖം നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മുടെ കുറഞ്ഞ കുഞ്ഞു വിശേഷങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കൂട്ടുകാരെ കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ 2 പേരും ഇവിടെ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഒരാൾ പാതി ഉറക്കത്തിലായിരുന്നു, ഇപ്പം അങ്ങ് എണീറ്റു. ഞെട്ടിപ്പോയോ ഒച്ച കേട്ടിട്ട്? ഒരാളെന്തീ വെള്ളം കുടിക്കണോ? എണ്ണ തേക്കണം. ഒരാൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉണ്ണിക്കുട്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മമ്മ ഇവിടെയുണ്ട്. അപ്പം ചേട്ടായി ഞങ്ങളെ ഇന്നലെ കൊണ്ടുവിട്ടിട്ട് ഇന്ന് രാവിലെ തന്നെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനോട് ഞങ്ങൾ നുണ പറഞ്ഞു, പപ്പ കിൻഡർ ജോയ് മേടിക്കാനായിട്ട് പോയതാണ്, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. പോയ സമയം തൊട്ട് ആശാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പപ്പനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. പപ്പ എന്തേ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അച്ഛൻ കരയേ. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു നുണ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതാണ്. അമ്മ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇവിടെ റാണിയാണ്. ആശാത്തി പാവാണ് കേട്ടോ. നമ്മളെ കണ്ടത് ഇതാ വാലാട്ടൽ തുടങ്ങി. എനിക്ക് പട്ടീനെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയൊന്നും അത്രയൊന്നും അടുക്കൊന്നുമില്ല. പട്ടിക്കുഞ്ഞിനൊക്കെ ആണെങ്കിൽ എടുക്കും, പക്ഷെ ഇത്ര വലിപ്പമുള്ള പട്ടീനെ എടുത്തൊന്നും ഞാൻ പോവാറില്ല കേട്ടോ. അപ്പം അങ്ങ് നോക്കിയിരിക്കുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ തൊഴുത്തായിരുന്നു. ഇപ്പം നമ്മുടെ പശുക്കളെല്ലാം കൊടുത്തുകൊണ്ട് ഇവിടെ ഇപ്പം പശുക്കളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കോഴിക്കൂടായിരുന്നു, കോഴികളെല്ലാം കൊടുത്തു. അതുകൊണ്ട് എല്ലാം കാലിയായിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചിക്കുവാണ്, സപ്പോട്ട എന്നൊക്കെ പറയും, ചിക്കുമരമാണ്. അപ്പോൾ ഇതായി വരുന്നേ ഉള്ളൂ. ആയി വരുന്നതെല്ലാം വവ്വാലെടുക്കുന്നുണ്ട്. നമുക്കൊന്നും കിട്ടാറില്ല കേട്ടോ. വലയിട്ടാലും വവ്വാൽ എങ്ങനെയാണെന്നറിയാം, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വന്ന് എടുക്കാറുണ്ട്. അതുകൊണ്ട് ചിക്കുപ്പഴം ഒന്നും കിട്ടാറില്ല.
പിന്നെ അത് കുടംപുളിയാണേ. കുടംപുളിയൊക്കെ ആയി വരുന്നുള്ളൂ, അതിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. പിന്നെ അത് മാവ് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. ഇതായിരുന്നു തൊഴുത്ത്. ഇവിടെ ഇപ്പം പശുക്കളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പം ഇവിടെ വന്നപ്പോൾ 2-3 പശുക്കളൊക്കെ ഉണ്ടായിരുന്നേ. അന്നേരം ഞാൻ പശുവിൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഇന്ന് എടുക്കാനൊന്നും പശുക്കളില്ല. അപ്പം എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ നമുക്കൊരു പശു വരും കേട്ടോ. നമ്മൾ പശുവിനൊന്ന് മേടിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു പശു ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പാല് കുടിക്കാം. പിന്നെ ചാണകമാണെങ്കിൽ പറമ്പിലൊക്കെ ഇടാമല്ലോ. അതുകൊണ്ട് ഒരു പശുവിനെ മേടിക്കണം പറഞ്ഞ് ഇരിപ്പുണ്ട്. നമ്മുടെ ഇടുക്കിയിലെ വീട് പോലെയൊന്നല്ല കേട്ടോ. അല്ല, വീടല്ല, സ്ഥലം പോലെയല്ല. കാരണം അവിടെ വെച്ചാൽ ചെറിയ വീടും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ വീട് ഇച്ചിരി വലുതാണെങ്കിലും സ്ഥലം കുറവാണ്. മതിൽ കെട്ടിയില്ലേ, അവിടം വരെയൊക്കെ ഉള്ളൂ നമുക്ക് സ്ഥലങ്ങളെ. ഉണ്ണിക്കുട്ടൻ എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അലക്കുകല്ലിയൊക്കെയാണിത്. ഇത് നമ്മുടെ കിണറാണേ. നമ്മുടെ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് ആക്രാന്തം കേട്ടോ. നമുക്കവിടെ വെള്ളത്തിന് ക്ഷാമമാണല്ലോ. ക്ഷാമമല്ല, വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് തോട്ടിലെ വെള്ളമല്ലേ നമ്മൾ എടുക്കുന്നതേ. അവർ കലങ്ങിയ വെള്ളമല്ലേ, നല്ല വെള്ളമായിട്ടൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ലല്ലോ. ഇനി മഴക്കാലം ആവണം നല്ല പാറയിലെ വെള്ളം കിട്ടണമെങ്കിൽ. അപ്പം ഇവിടെയൊക്കെ മയിലൊക്കെ വരുന്നതാണേ. ഇന്ന് ഒന്നിൻ്റെ സൗണ്ട് കേൾക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം മയിലിൻ്റെ. അപ്പോൾ അവിടെ ഒരു പട്ടിക്കൂട്ടനുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് ഒച്ച ഉണ്ടാക്കണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. എന്തോരം കുഴിയാനകളാണെന്ന് നോക്കിക്കേ. ഒരുപാട് കുഴിയാനകളുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുഴി തോണ്ടുമായിരുന്നു. കുഴിയാന പുറത്തെടുക്കുമായിരുന്നേ. എന്തോ ഉണ്ണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞു ടിപ്പും കുഞ്ഞു വിശേഷങ്ങളും അടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.